നമുക്ക് അങ്ങോട്ട് മുടി മൊട്ടയാക്കാൻ വേണ്ടി പോയാലോ? സോ ഇന്ന് മോന്റെ മുടി മൊട്ടയാക്കിയ സ്റ്റോറി കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. വെൽക്കം ബാക്ക് ടു ചാനൽ പാഷൻ ക്യാമ്പസ്. വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ഞങ്ങള് മേൽപ്പഴനി അമ്പലത്തിലാണ് വന്നത്. ഇത് മയിലാടുംകുന്നിലാണ്, കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലുള്ളത്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ ഈസി ആയി കിട്ടും. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ കമന്റ് ബോക്സിലും ഇടുന്നുണ്ട്. സോ യു ക്യാൻ ഡു ചെക്ക് ഔട്ട് ദെയർ. സോ ഇവിടെ നമ്മുടെ പഴനിയിലുള്ള ആ ഒരു സെയിം ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെയാണ് അമ്പലം വരുന്നത്. ഇവിടുത്തെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റെപ്സ് കുറച്ച് കുറവാണ് താഴേക്ക് ഇറങ്ങുമ്പോൾ. അതേപോലെ തന്നെ ഇവിടെ അമ്പലം വരെ വണ്ടി വരുന്നതാണ്. നമുക്ക് താഴേക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ മുടി മുട്ട പടിക്കുക അല്ലെങ്കിൽ മുടീന്റെ അറ്റം വെട്ടുക അങ്ങനത്തെ നേർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 101 പടി ഇറങ്ങി താഴേക്ക് പോകണം. അവിടെയാണ് ഇതൊക്കെ ചെയ്യുന്ന സ്ഥലം വരുന്നത്. സോ മോന്റെ മുടി മുട്ടയടിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ ആക്ച്വലി അമ്പലത്തില് വന്ന് മുടി മുട്ടയാക്കണം നേർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മോന് മുടിന്റെ ഇടയിൽ ജട പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ജടയുള്ളത് കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിന്റെ അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ മുരുകന്റെ അമ്പലത്തിൽ പോയിട്ട് മുടി മുട്ടയാക്കാം എന്ന് തീരുമാനിച്ചത്. അപ്പൊ ഇവിടുന്ന് പഴനി വരെ മോനെയും കൊണ്ട് പോകുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ വേറെ എവിടെയാണ് ഇങ്ങനെ പഴനി പോലത്തെ അമ്പലമുള്ള എന്ന് അന്വേഷിച്ചപ്പോഴാണ് മേൽപ്പഴനിയെ പറ്റി അറിഞ്ഞത്, ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇവിടെ വന്നു അവന്റെ മുടി മുട്ടയാക്കി. ആദ്യം ഒന്നും കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ആള് കുറച്ച് കരച്ചിലൊക്കെ തുടങ്ങി. പിന്നെ അവന്റെ മുടി മുട്ടയടിച്ച് കഴിഞ്ഞപ്പോ തന്നെ എന്റെയും അമ്മയുടെയും അമ്മമ്മയുടെയും തിന്റുവിന്റെയും ഒക്കെ മുടിന്റെ അറ്റം വെട്ടാനുള്ള നേർച്ച കൂടെ ഉണ്ടായിരുന്നു. അതിന് പൂമുടി കൊടുക്കുക എന്നൊക്കെയാണ് പറയുന്നത്. സോ അങ്ങനെ അതും ചെയ്തു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് മുടി മുട്ടയാക്കി കഴിഞ്ഞാൽ ഇവിടെ താഴെയുള്ള ഗണപതിയുടെ അവിടെ ഒരു തേങ്ങയും കൂടെ ഉടയ്ക്കണം. അങ്ങനെ മോന്റെ മുടിയൊക്കെ മുട്ടയാക്കി തലയൊക്കെ കഴുകി അതിൽ ചന്ദനം പുരട്ടിയതിന് ശേഷം താഴെ പോയി ഒരു തേങ്ങ ഉടച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് കാവടി എടുക്കണം എന്നുള്ളൊരു നേർച്ചേനെ പറ്റി അമ്മ പറയുന്നത്. സോ അങ്ങനെ ഞങ്ങള് താഴെ നിന്ന് കാവടി എടുത്ത് തിരിച്ച് മുകളിലേക്ക് കയറി. സോ ഈ പറഞ്ഞതുപോലെ തന്നെ 101 പടിയുണ്ട്. അപ്പൊ ഞാൻ മോനെ എടുത്തോണ്ടാണ് കാവടി എടുത്തിട്ട് മുകളിലേക്ക് കയറി. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയൊരു മഴയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് തണുപ്പും നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അമ്പലത്തിൽ പോകാനൊക്കെ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാവടി എടുത്ത് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ 3 തവണ അമ്പലത്തിന്റെ അടുത്തും കൂടെ ഒന്ന് പ്രദക്ഷിണം വെക്കണം. സോ പ്രദക്ഷിണം കഴിഞ്ഞ് കാവടി അവിടെ സമർപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ നേർച്ചയൊക്കെ കഴിഞ്ഞ് മോന്റെ മുടിയൊക്കെ മുട്ടയാക്കി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. സോ നിങ്ങൾ മേൽപ്പഴനിയെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു അമ്പലത്തിന്റെ ആംബിയൻസ്, പഴനി പോലെ ആണോ എന്താന്നൊക്കെ കമന്റ് സെക്ഷനിൽ പറയാം. ഇനി നിങ്ങൾ പോവാത്തവരാണ്, നിങ്ങൾക്ക് പഴനി വരെ പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണ്, ഇങ്ങനെ മുടി മുട്ടയാക്കലോ അല്ലെങ്കിൽ മുടിന്റെ അറ്റം വെട്ടുന്ന മാതിരിയൊക്കെ നേർച്ച ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോവാം. സോ അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.